ക്രിസ്തുവേശുവിൻ്റെ ധന്യമേറിയ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ ഒരു പ്രഭാതം നമ്മുടെ കർത്താവ് നമുക്ക് അനുവദനീയമായി തന്നു എന്നുള്ളത് ഓർക്കുമ്പോൾ നന്ദി കൊണ്ട് നമ്മുടെ ഹൃദയം നിറയണം. ഈ പ്രഭാതത്തിലും നമ്മുടെ യേശുവപ്പൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ നമുക്ക് ലഭിക്കപ്പെട്ട ഈ ഭാഗ്യം ഒരിക്കലും തിരസ്കരണമായി കാണരുത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമം നമ്മളിൽ കൂടെ വാഴ്ത്തപ്പെടുവാൻ ഓരോ പ്രഭാതവും ഇടയാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം, കഴിഞ്ഞ പ്രഭാതത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, ഒരു ഇടയനെ സംബന്ധിച്ചിടത്തോളം ഇടയൻ്റെ മേൽ 5 വിധ കർത്തവ്യങ്ങൾ, പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ആ 5 വിധ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചാണ് ഈ പ്രഭാതത്തിൽ നിങ്ങളുമായി സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത്. അതിൽ 1 by 1 ആയിട്ട് നമുക്ക് ചിന്തിച്ച് മുൻപോട്ട് പോകാം. ദൈവസഭയെ പരിപാലിക്കുന്ന ഒരു വ്യക്തിയുടെ പൊസിഷനാണ് പാസ്റ്റർ അഥവാ ഇടയൻ അല്ലെങ്കിൽ ഉപദേശി. അപ്പോ ഒരു ഇടയനെ സംബന്ധിച്ചിടത്തോളം ഇടയൻ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ ഉത്തരവാദിത്തം മേയ്ക്കുക എന്നുള്ളതാണ്. മേയ്ക്കുക എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് ആത്മീയ അർത്ഥത്തിൽ വചനം കൊടുക്കാൻ പ്രാപ്തിയുള്ളവനായിരിക്കണം ഒരു പാസ്റ്റർ. നമുക്കറിയാം, നമ്മുടെ ആത്മീയ ലോകത്തിൽ വിശേഷം പാസ്റ്ററൽ മിനിസ്ട്രിക്കകത്തിരിക്കുന്ന പലർക്കും അവരുടെ സഭയിലെ ജനങ്ങൾ ചെറുതാകട്ടെ വലുതാകട്ടെ, പക്ഷെ അവർക്ക് കൊടുക്കുവാൻ അവരുടെ പക്കൽ അധികം ധാന്യമില്ല എന്നുള്ളതാണ് ശോചനീയമായ ഒരു അനുഭവം. എനിക്കറിയാം, ധാരാളം പ്രിയപ്പെട്ടവർ ഒരു പ്രസംഗം നടത്തുന്നതിനിടയിൽ 1500 ഹല്ലേലൂയയും സ്തോത്രവും ഗ്ലോറിയും പ്രൈസ് ദി ലോർഡും കൊണ്ട് നിറച്ചിരിക്കും. കാരണം എന്താണ്? കാരണം ഒന്ന്, ദ ലാക്ക് ഓഫ് റീഡിംഗ് ആണ്. വേദപുസ്തകം വായിക്കുന്നില്ല, മറ്റിതര പുസ്തകങ്ങൾ വായിക്കുന്നില്ല. വായനാശീലം ഇല്ലാത്തതുകൊണ്ട് വാക്കുകൾക്ക് ഉള്ള ആ പെരുപ്പമില്ല. ഗ്ലോറി പറയേണ്ടെന്നോ ഹല്ലേലൂയ പറയേണ്ടെന്നോ അല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് ആ സന്ദർഭോചിതമായി നമ്മൾ പറയുന്നതിൻ്റെ അകത്ത് യാതൊരു വിധമായ തെറ്റുമില്ല. പക്ഷേ ഓരോ വാക്കുകളുടെ ഇടയിലും, ഞാൻ ഇന്ന് അങ്ങോട്ട് പോയപ്പോൾ പ്രൈസ് ദി ലോർഡ്, ഇവിടോട്ട് വന്നപ്പോൾ ഗ്ലോറി, ഞാൻ അങ്ങ് ചെന്നപ്പോൾ ഗ്ലോറി, ആമേൻ, സ്തോത്രം, ഇങ്ങനെ പറയേണ്ടതായിട്ടുള്ള യാതൊരു വിധമായ ആവശ്യകതയുമില്ല. അത് കേൾക്കാനല്ല ജനം നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. ജനം ദൈവസന്നിധിയിൽ വരുന്നത് എന്തിനാണ്? ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിക്കുവാനാണ്. അതുകൊണ്ടാണ് ധന്യനായ പൗലോസ്ലീഹ പറഞ്ഞത്, ഞാൻ കർത്താവിങ്കൽ നിന്ന് പ്രാപിക്കുകയും എന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരിക. അപ്പൊ കർത്താവിങ്കൽ നിന്ന് നാം പ്രാപിക്കണം. ഒരു പാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ദൈവസഭയുടെ ശുശ്രൂഷകനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പക്കലുള്ള ജനത്തെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉറപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ നമ്മുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും മറന്നു പോകുന്നവരാകരുത്, മാറിപ്പോകുന്നവരാകരുത്. നമ്മൾ എങ്ങനെയുള്ളവരാകണം? അനുദിനം ദൈവവചനം പാരായണം ചെയ്യുന്നവരാകണം, ദൈവവചനം ധ്യാനിക്കുന്നവരാകണം. മറ്റ് അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള പുസ്തകങ്ങൾ, അത് ഏതുമാകട്ടെ, സാഹിത്യ ഗ്രന്ഥങ്ങളാകട്ടെ, മറ്റിതര ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ വായിച്ച് നല്ല അറിവ് സമ്പാദിക്കുന്നതിന് യാതൊരു വിധമായ കുഴപ്പവുമില്ല. അപ്പോൾ എത്രമാത്രം വായനാശീലം വളർത്തിയെടുക്കാമോ
അത്രമാത്രം വായനാശീലം വളർത്തിയെടുക്കുക. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 21:17 പത്രോസ് യേശുവിനെ കുറിച്ച് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കേട്ട് കഴിഞ്ഞപ്പോൾ പത്രോസിനോട് പറയുകയാണ്, നീ എൻ്റെ ആടുകളെ മേയ്ക്കുക. ജനത്തെ മേയ്ക്കുക, ജനത്തെ നയിക്കുക, അവർക്ക് ആവശ്യമായ പോഷകാഹാരങ്ങൾ കൊടുക്കുക എന്നുള്ളത് ഒരു ഇടയൻ്റെ ഉത്തരവാദിത്തമാണ്. ഒരു ഇടയനാണ് അത് ചെയ്യേണ്ടത്. എന്തിനാണ് ഒരു ഇടയൻ അവരെ ആ നിലയിൽ കൈകാര്യം ചെയ്യുന്നത്? ഒരിടയന്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ആടുകൾക്ക് തീറ്റ കൊടുക്കുകയാണ്, അവർക്ക് ദൈവവചനം പറഞ്ഞു കൊടുക്കുകയാണ്. അതിനർത്ഥം എന്താണ്? പഠിപ്പിക്കുക, ആത്മീയമായി അവരെ വളർത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ 2 തിമോഥെയോസിന്റെ ലേഖനം 4:2 വചനം പ്രസംഗിക്കുക. ഈ പ്രഭാതത്തിൽ ഈ പദം കൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിച്ച് ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കേൾക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ യൂട്യൂബിലാണ് എൻ്റെ ഈ മെസ്സേജ് കേൾക്കുന്നത്, നിങ്ങൾ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്കിലാണെങ്കിൽ ഫേസ്ബുക്ക് ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക. നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഈ സന്ദേശം എത്തിക്കുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, വലിയ അനുഗ്രഹമാക്കി തീർക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ.